ഇറാനിലെ മിനാബിൽ പെൺകുട്ടികളുടെ സ്കൂളിന് സമീപം അമേരിക്കൻ ടോമഹോക്ക് മിസൈൽ പതിച്ച് 150 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 175 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിചിത്രമായ ഒരു പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ട്രംപ് ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നായ ടോമഹോക്ക് മിസൈലുകൾ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഇറാന്റെ കയ്യിലും ഇതേ ടോമഹോക്ക് മിസൈലുകൾ ഉണ്ടെന്നും വരെ പറഞ്ഞു. ഫെബ്രുവരി 28-ന് ഇറാന് നേരെ അമേരിക്കൻ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെയാണ് തെക്കൻ ഇറാനിലെ മിനാബിലെ പ്രൈമറി സ്കൂളിന് സമീപത്തുള്ള നാവിക താവളത്തിൽ മിസൈൽ പതിച്ചത്. ഈ ആക്രമണത്തിൽ പിഞ്ചു കുട്ടികളടക്കം നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരുന്നു. ഇറാനിലെ മെഹർ വാർത്താ ഏജൻസി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ മിസൈൽ വന്ന് പതിക്കുന്നതും വലിയ തോതിൽ പുക ഉയരുന്നതും വ്യക്തമായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇറാനിയൻ പതാക പുതപ്പിച്ച് ചെറിയ പെട്ടികളിലാക്കി വിലാപയാത്രയായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ടതോടെയാണ് ലോകമെങ്ങും വലിയ പ്രതിഷേധം ഇരമ്പിയത്. ദാരുണ സംഭവത്തിൽ സ്വതന്ത്രമായ രാജ്യാന്തര അന്വേഷണം വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് ഇറാൻ ഔദ്യോഗികമായി ആരോപിക്കുമ്പോഴും അമേരിക്ക ഇതുവരെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അതിനിടയിലാണ് മിസൈൽ ഇറാന്റേത് തന്നെയാകാം എന്ന സൂചന നൽകുന്ന ട്രംപിന്റെ പുതിയ ഈ വിചിത്രമായ പ്രസ്താവന. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അയത്തുള്ള അലി ഖമനയെ വധിച്ചതിന് പിന്നാലെ ഇറാൻ ലോകം എമ്പാടുമുള്ള സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയതായി റിപ്പോർട്ട് പുറത്തുവന്നു. അലി ഖമനയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാനുള്ള സന്ദേശം ഇറാൻ നൽകിയതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാൻ ഉദ്ദേശിച്ചുള്ള രഹസ്യ സന്ദേശം അമേരിക്കൻ ഏജൻസികൾ കണ്ടെത്തിയതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. രഹസ്യ കോഡുകൾ വഴിയാണ് വിദേശങ്ങളിലെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാനുള്ള സന്ദേശം ഇറാൻ കൈമാറിയതെന്നാണ് വിവരം. ഈ സന്ദേശം അമേരിക്കൻ ഏജൻസികൾ കണ്ടെത്തിയതായും പറയുന്നു. മൊബൈൽ ഫോണിനെയോ ഇന്റർനെറ്റിനെയോ ആശ്രയിക്കാതെ ഒരു പ്രത്യേക ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഈ രഹസ്യ സന്ദേശങ്ങൾ ഇറാൻ കൈമാറിയിട്ടുള്ളതെന്നാണ് വിവരം. ഇറാന് പുറത്തുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് ആവർത്തിച്ച് സന്ദേശങ്ങൾ അയച്ചതായും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഭീഷണി ഇല്ലെന്നാണ് വിവരമെങ്കിലും അസാധാരണമായ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളുടെ നിരീക്ഷണം ശക്തമാക്കാൻ അമേരിക്കൻ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഖമനയെ വധിച്ചതിനും ഇറാൻ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്റലിജൻസ് വിദഗ്ധർ നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനിക നീക്കമല്ലാതെ അമേരിക്കയിൽ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളിലാകാം ഇറാൻ പ്രത്യാക്രമണം നടത്തുകയെന്നും ഇന്റലിജൻസ് വിദഗ്ധർ ആ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. അമേരിക്കയിലെ ഹിസ്ബുള്ള ഹമാസ് സെല്ലുകൾ ഏറ്റവും അക്രമാസക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ പോവുകയാണെങ്കിൽ അത് ഇപ്പോഴായിരിക്കുമെന്നും FBI മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ക്രിസ് സൊക്കർ പറഞ്ഞിരുന്നു. അമേരിക്ക ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ അമേരിക്കയിലെ ഭീകരവിരുദ്ധ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും അതീവ ജാഗ്രത പാലിക്കാനും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും FBI ഡയറക്ടറായ കാഷ് പട്ടേലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു.